ഉത്സവ തിമിർപ്പോടെയുമാണ് രാജ്യം ഇന്ന് 65ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. 6 ദശാബ്ദത്തെ കഠിനാധ്വാനത്തിലൂടെയും ആസൂത്രണത്തിലൂടെയും ലോകത്തിലെ പ്രബല ശക്തിയായി രാജ്യം മാറിക്കൊണ്ടിരിക്കുന്ന ത്രസിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി പോലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകമെമ്പാടും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. ആഗോള സാമ്പത്തിക തിരിച്ചടികളെ സമർത്ഥമായി അതിജീവിക്കാൻ ഇന്ത്യക്ക് സാധിച്ചത് നമ്മുടെ സമ്പദ്ഘടനയുടെ കരുത്ത് വിളിച്ചോതുന്നു. ജവഹർലാൽ നെഹ്റു അടിത്തറ പാകിയ ഇന്ത്യൻ സമ്പദ്ഘടന ഏതു വെല്ലുവിളിയെയും നേരിടാൻ സുസജ്ജമാണ്. 2 പതിറ്റാണ്ട് കഴിയുമ്പോൾ ലോകത്തിലെ 2ാമത്തെ പ്രബലമായ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഭാരതത്തോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളിൽ പട്ടാള ഭരണവും ഏകാധിപത്യ വാഴ്ചയും മാറിയും മറിഞ്ഞും വന്നപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ജനങ്ങൾ കാത്തുസൂക്ഷിച്ചു. വിഘടനവാദികളും ഭീകര പ്രസ്ഥാനങ്ങളും വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ലെന്ന് ജനങ്ങൾ തെളിയിച്ചു. നമ്മുടെ ജനാധിപത്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന ജനങ്ങളുടെ മഹത്തായ ഇച്ഛാശക്തിക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. ഉജ്ജ്വലമായ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് നമുക്കുള്ളത്. ത്യാഗനിർഭരവും സുദീർഘവുമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സമാനമായ ഏടുകൾ ചരിത്രത്തിലില്ല. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ചോരയിൽ നിന്നും കണ്ണീരിൽ നിന്നും ഉദയം കൊണ്ട നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പവിത്രമായ നിയോഗം പോലെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം ഭാവി തലമുറയ്ക്ക് കൈമാറാനുള്ള നടപടികൾ ആവശ്യമാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അഭിമാനകരമായ അമൂർത്ത നിമിഷങ്ങൾ ഉൾപ്പെടുത്തിയ സ്വാതന്ത്ര്യ സമര ചരിത്ര മ്യൂസിയം തിരുവനന്തപുരത്തും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ 1ാം വാർഷികം നടന്ന വട്ടിയൂർക്കാവിൽ ഫ്രീഡം മെമ്മോറിയലും സ്ഥാപിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നതാണ്. പുതിയ തലമുറയിൽ ജനാധിപത്യ ബോധവും ദേശാഭിമാനവും വളർത്താനും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ത്യാഗപൂർണമായ ചരിത്രം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും പാഠ്യപദ്ധതിയിൽ ആവശ്യമായ മാറ്റം വരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ലോക സമ്പദ്ഘടനയോട് ഏറെ കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് കേരളത്തിൻ്റെ ഭദ്രത. കഠിനാധ്വാനികളായ മലയാളി സമൂഹം അവർ ജീവിക്കുന്ന വിദേശ രാജ്യങ്ങളിലെ സാമ്പത്തിക വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നതോടൊപ്പം കേരളത്തിൻ്റെ വളർച്ചയ്ക്കും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഏറെ മലയാളികൾ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ അവരുടെ ജോലി സ്ഥിരതയ്ക്ക് ഭീഷണി ഉയർത്തുന്നു. പല രാജ്യങ്ങളിൽ നിന്നും വീടും കൂടുപേക്ഷിച്ച് വിദേശ മലയാളികൾ നാട്ടിലേക്ക് മടങ്ങുകയാണ്. സർക്കാർ വളരെ ഗൗരവത്തോടെ കാണുന്ന വിഷയമാണിത്. ലോകമെമ്പാടുമുള്ള അവസരങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി കെട്ടിയടയ്ക്കുമ്പോൾ കേരളത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ സ്വന്തം ജാലകങ്ങൾ തുറക്കേണ്ടിയിരിക്കുന്നു. സാമ്പത്തിക വളർച്ച, നിക്ഷേപം, തൊഴിൽ, അടിസ്ഥാന സൗകര്യം തുടങ്ങിയ ഒട്ടുമിക്ക സാമ്പത്തിക സൂചികകളിലും കേരളം ഇപ്പോൾ പിന്നിലാണ്. കേരളത്തെ ഏറെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള പദ്ധതികളെല്ലാം അനിശ്ചിതത്വത്തിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നടത്തിപ്പിലും നാം പിന്നോക്കം പോയി. ഈ പ്രതിസന്ധിയെ കഠിനാധ്വാനത്തിലൂടെയും ഭാവനാപൂർണമായ നടപടികളിലൂടെയും മറികടക്കാനാണ് ഗവൺമെൻറ് പരിശ്രമിക്കുന്നത്. 100 ദിന കർമ്മ പരിപാടികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതൊരു കർമ്മനിരത സർക്കാരായിരിക്കുമെന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമായ സന്ദേശം നൽകി. ആ പരിപാടികൾ ഒന്നൊന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വിവാദങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂവെന്നും വികസനം നടക്കുകയില്ലെന്നുമുള്ള തെറ്റിദ്ധാരണ തിരുത്താൻ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് സാധിച്ചു. ജനങ്ങളെ ഏറെ നാളായി വലച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഈ ദിവസങ്ങളിൽ പരിഹാരം കണ്ടെത്തി. മൂലംപള്ളിയിലും മൂന്നാറിലും സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം വിജയം വരിച്ചു. ചെങ്ങറയിൽ വിജയം കണ്ടു തുടങ്ങിയിരിക്കുന്നു. വികസനം പാവപ്പെട്ടവരുടെ ചെലവിൽ മാത്രമാണെന്നുള്ള ധാരണ തിരുത്തിക്കുറിച്ചു. സ്മാർട്ട് സിറ്റിയും കൊച്ചി മെട്രോയും വിഴിഞ്ഞം പദ്ധതിയും കണ്ണൂർ വിമാനത്താവളവും ഒക്കെ യാഥാർത്ഥ്യമാക്കാൻ നടപടികൾ സ്വീകരിച്ചു. എൻഡോസൾഫാൻ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കാസർഗോഡ് ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ
79 കോടി രൂപയുടെ പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയും ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം നൽകിയും എൻഡോസൾഫാൻ വെറുമൊരു പ്രചരണ ആയുധമല്ലെന്ന് കാട്ടിക്കൊടുത്തു. കേന്ദ്ര സർക്കാരുമായി ചേർന്ന് വിപുലമായ എൻഡോസൾഫാൻ പുനരധിവാസ പാക്കേജ് നടപ്പാക്കുന്നതാണ്. സംസ്ഥാനത്തെ മുഴുവൻ പാവപ്പെട്ടവർക്കും 1 രൂപയ്ക്ക് 25 കിലോ അരി, അപേക്ഷിച്ചാൽ ഉടൻ റേഷൻ കാർഡ് തുടങ്ങിയ പദ്ധതികൾ ഓണത്തിന് പ്രാബല്യത്തിൽ വരും. എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും ഗുണഫലങ്ങൾ അടിസ്ഥാന പിന്നോക്ക ജനവിഭാഗങ്ങൾ വരെ എത്തണം എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ സമീപനം. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളുടെ കുറവ് മൂലം ജോലി നഷ്ടപ്പെട്ടവരുമായ 10,503 അധ്യാപകർക്ക് ശമ്പളം നൽകാനുള്ള സുപ്രധാനമായ തീരുമാനവും ഈ സർക്കാരിൻ്റെ പ്രശ്നങ്ങളോടുള്ള മാനുഷിക സമീപനത്തിൻ്റെ പ്രതിഫലനമാണ്. 100 ദിന കർമ്മ പരിപാടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് സെപ്റ്റംബർ 11 ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം 1 വർഷം നീളുന്ന കർമ്മപരിപാടികളും നടപ്പിലാക്കും. കേന്ദ്ര സഹായത്തോടെ വികസനത്തിൻ്റെയും കരുതലിൻ്റെയും തുടർ ചലനങ്ങൾ കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. തികച്ചും സുതാര്യമായും അഴിമതിരഹിതമായും മാത്രമേ വികസന പദ്ധതികൾ നടപ്പാക്കുകയുള്ളൂ. എല്ലാ വിവരങ്ങളും ജനങ്ങളെ അറിയിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകുകയുള്ളൂ. സുതാര്യത അടിത്തട്ടിൽ വരെ എത്തിയാൽ മാത്രമേ സാധാരണ ജനങ്ങൾക്ക് അത് അനുഭവപ്പെടുകയുള്ളൂ. സർക്കാർ ഓഫീസുകളിൽ അർഹിക്കുന്ന സേവനങ്ങൾ കഷ്ടപ്പെട്ട് സാധിച്ചെടുക്കുന്ന ദുസ്സഹമായ അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. ഇതിന് പരിഹാരമായി സേവന അവകാശ നിയമം നടപ്പാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ സമയബന്ധിതമായി ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശമാണ്. സേവനാവകാശ നിയമം വിവരാവകാശ നിയമം പോലെ വിപ്ലവകരമായ ചലനം ഉണ്ടാക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. നൂറ്റാണ്ടുകൾ കൊണ്ട് കേരളം ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ ഈ രംഗങ്ങളിലെല്ലാം വലിയ നേട്ടങ്ങൾ കൈവരിച്ചു. കേരള മോഡൽ വികസനം എന്നറിയപ്പെടുന്ന ഈ വികസന മാതൃക വികസിത രാജ്യങ്ങൾക്ക് വരെ സ്വീകാര്യമായിരുന്നു. എന്നാൽ ഈ മേഖലകളിലെല്ലാം കേരളം പുറകോട്ട് പോയി എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഗുരുതരമായ ഈ വിഷയങ്ങൾക്കുള്ള പ്രതിവിധികൾ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ മുദ്രകളായി മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായ ഒരു സൗഹൃദ കേരളം പടുത്തുയർത്താനും അതിക്രമങ്ങൾക്കിരയായവർക്ക് സംരക്ഷണം നൽകാനും അവരെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാനും സഹായകരമായ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതാണ്. തൂവൽ സ്പർശമെന്നായിരിക്കും ഈ പദ്ധതി അറിയപ്പെടുന്നത്. നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വീടുകളിൽ ലഭിക്കുന്ന സുരക്ഷിതത്വം വീടിന് പുറത്തും ലഭ്യമാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. കൊട്ടേഷൻ ഗുണ്ട സംഘങ്ങളെ അടിച്ചമർത്താൻ സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കും. ഇതിന് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം ഭേദഗതി ചെയ്ത് മൂർച്ചയുള്ളതാക്കും. സംഘടിത കുറ്റകൃത്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ എല്ലാ ജില്ലകളിലും പോലീസ് സംവിധാനം ഉണ്ടാകും. മദ്യത്തിൻ്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന ഉപയോഗത്തിനെതിരെയും ആത്മഹത്യ പോലുള്ള തിന്മകൾക്കെതിരെയും ശക്തമായ നടപടികളും വിപുലമായ പ്രചാരണ പരിപാടികളുമായി സർക്കാർ മുമ്പോട്ട് പോകും. സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം വൻപിച്ച ബഹുജന മുന്നേറ്റമാകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. സൈബർ കുറ്റകൃത്യങ്ങളും സാമ്പത്തിക കുറ്റകൃത്യങ്ങളും മണി ചെയിൻ പോലുള്ള തട്ടിപ്പുകളും സെൽഫോൺ ദുരുപയോഗമൊക്കെ കർശനമായി അമർച്ച ചെയ്യാൻ പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത്തരം മോഡേൺ കുറ്റകൃത്യങ്ങളെ പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെയുള്ള എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് ശക്തമായി നേരിടുന്നതാണ്. സ്വൈര്യമായും സമാധാനപരമായും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങളുടെ അവകാശമാണ്. ജനകീയ പ്രശ്നപരിഹാരത്തിന് സമരം ചെയ്യാനുള്ള അവകാശത്തെ ഗവൺമെൻറ് അംഗീകരിക്കുന്നു. പക്ഷേ ഇല്ലാത്ത പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി പൗരാവകാശങ്ങൾ ധ്വംസിച്ചും വ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടും നിയമം കയ്യിലെടുത്ത് നടത്തുന്ന സമരങ്ങളെ ഒരു സാഹചര്യത്തിലും അംഗീകരിക്കില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ കഴിഞ്ഞ ദശകങ്ങളിൽ വളരെയേറെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ സംസ്ഥാനമാണ് നമ്മുടേത്. 10 മടങ്ങ് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അവസരം നമ്മുടെ മുന്നിലൂടെ ഒലിച്ചുപോയി. പക്ഷേ ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഒരു പാർട്ടിയുടെയോ മുന്നണിയുടെയോ മാത്രം കാര്യമല്ല, മറിച്ച് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പൊതു ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഇവിടെ പിറന്നു വീണ എല്ലാവർക്കും, പിറക്കാനിരിക്കുന്ന എല്ലാവർക്കും ഈ നാടിൻ്റെ ഭാഗധേയത്തിൽ പങ്കുണ്ട്. വികസനവും കരുതലുമെന്ന UDF അജണ്ട എല്ലാവരെയും വിശ്വാസത്തിലെടുത്തും സഹകരിപ്പിച്ചും യോജിച്ച് നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. ഈ കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുക. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞവരെയും ചോരയും നീരും നൽകിയവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അവരുടെ സ്മരണകൾ ഇന്നൊരു ദിവസം മാത്രമല്ല, മറിച്ചെന്നും നമ്മുടെ ഉള്ളിൽ
പാറിക്കളിക്കേണ്ടതാണ്. കഴിഞ്ഞ തലമുറയുടെ സുഹൃതങ്ങളാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്നത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി, ജനാധിപത്യത്തിനു വേണ്ടി, ഈ നാടിനു വേണ്ടി എന്തു സുഹൃതം ചെയ്തുവെന്ന് സ്വയം ചോദിക്കാനും ഈ അവസരം വിനിയോഗിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ജയ് ഹിന്ദ്.